കേന്ദ്ര സർക്കാരിന്റെ ഓരോ നയങ്ങളും അത് കേരളത്തിൽ വലിയ രീതിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചലനമുണ്ടാക്കും എന്നത് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഭയപ്പെടുന്നു എന്നതിന്റെ വളരെ കൃത്യമായ തെളിവാണ് അനീഷ് എന്ന BLOയുടെ ആത്മഹത്യ എന്ന വിലയിരുത്തൽ. ഇത് വ്യക്തമാക്കുന്ന അനീഷിന്റെ ശബ്ദ സന്ദേശം പുറത്ത് ഇതിൽ കുറ്റപ്പെടുത്തുന്നത് CPM പ്രവർത്തകരെ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലിക്കായി കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റിനെ കൂടെ കൊണ്ടുപോകരുത് എന്ന് ആവശ്യപ്പെട്ട് തനിക്ക് ഭീഷണിയുണ്ട് എന്നാണ് ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജ് പറയുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തുവന്നിരിക്കുന്നത്. കള്ള വോട്ടിന് കളമൊരുക്കാൻ CPM പ്രവർത്തകർ അനീഷിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതായി ആരോപിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജാണ് ഇത് പുറത്തുവിട്ടത്. ആദ്യ ദിവസങ്ങളിൽ അനീഷിനൊപ്പം കോൺഗ്രസിലെ BLA വൈശാഖും CPM BLA ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനും പോയിരുന്നു. തുടർന്ന് വരണ്ടെന്ന് വൈശാഖിനോട് അനീഷ് പറയുന്നതാണ് ഫോൺ സംഭാഷണം. വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നും അവർ തടയുമെന്നും അനീഷ് പറയുന്നു. പിന്നെ നിൽക്കാൻ കഴിയില്ല എന്നും ഇത് അവരുടെ ഏരിയ അല്ലേ എന്നും അനീഷ് ചോദിക്കുന്നു. അനീഷിന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഏറ്റുകൊടുക്കാൻ ലൂർദ് മാതാ പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടത്തി. CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിന് തെളിവായി അനീഷ് ജോർജും കോൺഗ്രസ് BLA വൈശാഖും തമ്മിലുള്ള ഫോൺ സംഭാഷണം മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അനീഷ് ജോർജ് പറയുകയാണ്, വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വൈശാഖ് ചോദിക്കുന്നു, ആർക്കാണ് എതിർപ്പ്? അതുകൊണ്ട് ഇന്ന് വരണ്ട എന്ന് അനീഷ് പറയുന്നു. ആരാണ് എതിർപ്പാക്കുന്നത് എന്ന് വൈശാഖ് വീണ്ടും ചോദിക്കുന്നു. ഭയങ്കര പ്രശ്നമുണ്ട്, അവർ തടയുമെന്നെല്ലാം പറയുന്നു. ഞാൻ പിന്നെ പറയാം എന്ന് പറയുന്നു. എന്നാൽ അനീഷ് പറയുന്നില്ല. വൈശാഖ് പറയുന്നു, അത് ശരിയല്ലല്ലോ, ഞാൻ BLAയും നിങ്ങൾ BLOയും അല്ലേ? അനീഷ് ഉത്തരം പറയുന്നത് അതെ എന്നാണ്. അപ്പോൾ പോകുമ്പോൾ എന്നെ വിളിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് വൈശാഖ് പറയുന്നു. അവർ കേൾക്കണ്ട, അവർ എന്തെല്ലാമോ പറയുന്നുണ്ട് എന്ന് അനീഷ് വീണ്ടും തന്റെ ടെൻഷൻ പങ്കുവയ്ക്കുന്നു. പ്രശ്നം എന്താണ് എന്ന് വൈശാഖ് ചോദിക്കുന്നു. നേരിട്ട് പറയാം എന്നാണ് അനീഷ് പറയുന്നത്. തടയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക എന്നും വൈശാഖ് ആവശ്യപ്പെടുന്നുണ്ട്. തടയും, കുഴപ്പമാക്കും എന്നെല്ലാമാണ് അവർ പറയുന്നത്. പണിയെടുക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മുകളിലേക്ക് കംപ്ലൈന്റ് ചെയ്യൂ. എന്നോട് വരണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. തടയുമെന്ന് നിങ്ങളോടല്ലേ പറയുന്നുള്ളൂ. എന്നോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അവരോട് പറഞ്ഞോളാം. BLAമാരെ കൂട്ടി നടക്കുന്നതിൽ ഇവർ പ്രശ്നമാക്കുന്നുണ്ടെന്ന് നിങ്ങളല്ലേ കംപ്ലൈന്റ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ചെയ്താൽ തനിക്ക് നിൽക്കാൻ സാധിക്കില്ല, അവരുടെ ഏരിയ അല്ലേ? ഇങ്ങനെയാണ് അനീഷ് ജോർജ് ചോദിക്കുന്നത്. CPMന് വൻ ശക്തിയുള്ള പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും കോൺഗ്രസിനല്ല. അവിടെ CPM BLOമാരെ നിയന്ത്രിച്ച് കള്ളവോട്ട് ചെയ്യുന്നത് പതിവാണെന്നും അതിന് സാഹചര്യമൊരുക്കാൻ BLO അനീഷ് ജോർജിനെ അവർ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. CPM ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രൻ അനീഷിനൊപ്പം വീടുകളിൽ ഫോം നൽകാൻ പോയി. രണ്ടാം ദിവസം DYFI നേതാവ് പ്രജോദാണ് ഒപ്പം പോയത് എന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറയുന്നു. അതേസമയം SIR എന്യൂമറേഷൻ ഫോമുകളിൽ 22% ജോലി മാത്രമായിരുന്നു അനീഷിന് തീർക്കാനുണ്ടായിരുന്നത് എന്നാണ് കളക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെട്ട സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ഇനി 50 ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് തനിയെ ചെയ്തോളാം എന്നുമായിരുന്നു മറുപടി. ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദമുണ്ടായിരുന്നില്ല എന്നും കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ജില്ലാ കളക്ടറുടെ വാദം അനീഷിന്റെ കുടുംബം തള്ളിയിട്ടുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ഉൾപ്പെട്ട ഏറ്റുകുടുക്കിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് ലൂർദ് മാതാ മലങ്കര കത്തോലിക്ക പള്ളി ശ്മശാനത്തിലാണ് അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.